പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആഴമുള്ളതാക്കി മാറ്റാനും ദൈവം തന്നിരിക്കുന്ന ഈ കൃപാവരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വലിയ കരുണയാണ് ദൈവവചന ശ്രവണത്തിലൂടെയും വചന വായനയിലൂടെയും നമുക്ക് ലഭിക്കുന്നതും നാം സ്വീകരിക്കുന്നതും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായും അനന്തമായ അവിടുത്തെ ആ കാരുണ്യം വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് 21 വരെയുള്ള വാക്യങ്ങളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവിന് മഹത്വം. വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പായി 21 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 16 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗത്ത് നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ ഒന്ന് ഉപസംഹരിക്കേണ്ടതുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 153-ാമത്തെ ഖണ്ഡിക കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു. ആ 153-ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. വിശ്വാസം ദൈവം തരുന്ന ഒരു സൂപ്പർ നാച്ചുറൽ വെർച്യുവാണ്. നമ്മുടെ ആത്മാവിലേക്ക് നിവേശിപ്പിക്കപ്പെടുന്ന, ഇൻഫ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രകൃത്യാതീത പുണ്യമാണ് വിശ്വാസം. ഇവിടെ സഭ വളരെ വിപ്ലവാത്മകമായ ഒരു വാചകം വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. 153-ാമത്തെ ഖണ്ഡികയുടെ 2-ാമത്തെ ഭാഗം എങ്ങനെയാണ്? ബിഫോർ ദിസ് ഫെയ്ത്ത് ക്യാൻ ബി എക്സർസൈസ്ഡ്, മാൻ മസ്റ്റ് ഹാവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ടു മൂവ് ആൻഡ് അസിസ്റ്റ് ഹിം. He must have the interior help of the Holy Spirit, who moves the heart and converts it to God, who opens the eyes of the mind and makes it easy for all who accept and believe the truth. ഇത് ദൈ വെർബും എന്ന വത്തിക്കാൻ സുനകദോസിൻ്റെ രേഖയെ, അതിൻ്റെ 5-ാമത്തെ ഖണ്ഡികയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. വിശ്വാസം ഒരു പ്രകൃത്യാതീത പുണ്യമാണ്. വിശ്വാസം ഒരു വ്യക്തിയിൽ ഉളവാക്കപ്പെടുന്നതിന് ആ വ്യക്തിയുടെ ഹൃദയം പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കുന്ന കൃപാവരത്താൽ ആദ്യം തന്നെ ഉത്തേജിപ്പിക്കപ്പെടേണ്ടതുണ്ട്. വളരെ 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 ആഴമുള്ള ഒരാശയമാണിത്. അല്ലെങ്കിൽ ഇതാണ് ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ സത്യം. അതായത് വിശ്വാസം ഒരു വ്യക്തിക്ക് ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. വിശ്വാസം യഥാർത്ഥത്തിൽ ദൈവം ദാനമായി നൽകുന്നതാണ്. വിശ്വാസമുള്ളവരിൽ നിന്ന് പകരപ്പെടുന്നതാണ്. ദൈവവചനത്തിലൂടെ ലഭിക്കുന്നതാണ്. ഇവിടെ സഭ പറയുന്നത്, ഒരാൾക്ക് യേശുവിലുള്ള വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ ആ ഹൃദയത്തെ യേശുവിലേക്ക് തിരിയത്തക്ക വിധം ഉത്തേജിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ വിശ്വാസം എന്ന ആശയത്തെ ഇനി നാം കാണാൻ പോകുന്ന 4-ാം അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിലുമെല്ലാം യോഹന്നാൻ വിവരിക്കുമ്പോൾ, എനിക്ക് നിങ്ങളോട് ആ വ്യാഖ്യാനങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് വിശ്വാസത്തെ സംബന്ധിക്കുന്ന ഈ ഏറ്റവും പ്രമാദമായ പ്രബോധനത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കാൻ അതിയായ ആഗ്രഹവും അത് നിങ്ങൾ അറിയണമെന്ന അതിയായ തീക്ഷ്ണമായ ഒരാഗ്രഹവും എൻ്റെ ഹൃദയത്തിനുണ്ട്. അതായത് വിശ്വാസം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ പോലും അതിന് ദൈവസഹായം ആവശ്യമാണ്. ഇതാണ് നമ്മളെ വളരെയധികം ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടത്. ആത്മാവിൻ്റെ കണ്ണുകൾ, മനസ്സിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നതിനും
യേശുവിനെ തിരിച്ചറിയുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രമേ ആ വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. വളരെ പ്രായോഗികമായും ലളിതമായും ഈ സന്ദർഭത്തെ വിശദീകരിച്ചാൽ, ഒരു വ്യക്തി യേശുവിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഒരു വ്യക്തി യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ യേശുവിലേക്കുള്ള ആകർഷണം പരിശുദ്ധാത്മാവ് ഉളവാക്കുമ്പോൾ മാത്രമാണ്. അതിന് പശ്ചാത്തലമായി ദൈവവചന പ്രഘോഷണമോ മറ്റുള്ളവരുടെ ക്രിസ്തീയ ജീവിത മാതൃകകളോ ഇനി ദൈവം തന്നെ ഹൃദയത്തിലേക്ക് ഒരു ക്ഷണനേരം കൊണ്ട് പകരുന്ന ആത്മീയമായ ഒരു ഉത്തേജനമോ ഒക്കെ ഉണ്ടാകാം. പ്രധാനമായും ഒരു വ്യക്തി ഒരു ദൈവവചന പ്രഘോഷണം ശ്രദ്ധിക്കുന്നു. യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രഘോഷണം, സുവിശേഷ പ്രഘോഷണം ഒരു വ്യക്തി ശ്രദ്ധിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് യേശുവിനെക്കുറിച്ചുള്ള വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഈ വ്യക്തിക്ക് യേശുവിലേക്കൊരു തുറവിയും ഒരാകർഷകത്വവും ആകർഷണീയതയും പകർന്നു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്താലേ ആ വ്യക്തിക്ക് യേശുവിനെ സ്വീകരിക്കാനോ ശ്രദ്ധിക്കാനോ വിലമതിക്കാനോ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നാം രക്ഷ പ്രാപിക്കുന്നത് വിശ്വാസം വഴിയാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്തേത്, യേശു കർത്താവാണ് എന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയാനും കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും വിശദീകരിച്ച് ഈ ആശയം നിങ്ങളോട് പങ്കുവെക്കുന്നതിൻ്റെ കാരണം, വിശ്വാസമില്ലാത്ത ഒരു മഹാഭൂരിപക്ഷത്തെ നോക്കി വിലപിക്കുന്ന അതേ സമയത്ത് ആ വിശ്വാസത്തിൻ്റെ പൊൻകിരണം അവരുടെ ഹൃദയങ്ങളിൽ ഉദിക്കുന്നതിന് നിലവിളികളും മധ്യസ്ഥ പ്രാർത്ഥനകളും സഭയുടെ ഉത്തരവാദിത്തമാണ് എന്ന ഗൗരവതരമായ നമ്മുടെ കടമ കൂടി നാം മറന്നുപോകാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തുമുള്ള എല്ലാ വിധത്തിനുമുള്ള സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പശ്ചാത്തലവും ഒരുക്കവും എന്ന് പറയുന്നത് ആഴമുള്ള മനസ്സുകൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. തീക്ഷ്ണമായ നിലവിളികളോടെ ഒരു ദേശത്തുയരുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ആ ദേശത്ത് വിശ്വാസത്തിൻ്റെ നങ്കൂരം ഉറപ്പിക്കപ്പെടുന്നതിന് കാരണമായി മാറുന്നത്. വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കപ്പെടുന്നതിനും ജനഹൃദയങ്ങൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും ഒരു ദേശത്ത് ഇടയാവുന്നത് അവിടെ ആഴമായ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ദൈവവചനത്തിനു വേണ്ടിയുള്ള വിശ്വാസം സ്വീകരിക്കപ്പെടാനുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനകൾ ഒരു ദേശത്ത് ഉയരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ശക്തമായ ദൈവവചന പ്രഘോഷണങ്ങൾ ലോകമെമ്പാടും ഉണ്ടാകുന്നതിനൊരുക്കമായി നാം ഇനി വരാൻ പോകുന്നൊരു കാലത്തിന് മുഴുവനും വേണ്ടി നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആരംഭിക്കേണ്ടതുണ്ട്. നാം നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ യേശുവിലേക്ക് ജനഹൃദയങ്ങൾ ആകർഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇതൊരു മനുഷ്യപ്രവൃത്തിയോ മനുഷ്യൻ ചെയ്യുന്ന ഒരു സംരംഭമോ അല്ല. അതുകൊണ്ട് ഈ വചനപ്രഘോഷണത്തിൻ്റെ പശ്ചാത്തലമായി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട് വിശ്വാസം വ്യാപിക്കുന്നതിന് എന്ന ആശയം ഈ 16 മുതൽ 21 വരെയുള്ള വചനഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ രൂപപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള ഭാഗത്തിലേക്ക് കടക്കുകയാണ്. 22-ാമത്തെ വാക്യം, ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. ഇവിടെ ഒരു തർക്കം ഉണ്ടാവുകയാണ്. ആ തർക്കം സ്നാപക യോഹന്നാന് തൻ്റെ വ്യക്തിത്വത്തെ വിശദീകരിക്കുന്നതിനും യേശു ആരാണ് എന്ന് വിശദീകരിക്കുന്നതിനും ഒരു പശ്ചാത്തലമായി സൗകര്യമായി മാറുകയുമാണ്. അതുകൊണ്ടാണ് സുവിശേഷകനായ യോഹന്നാൻ ഈ ഭാഗം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ സ്നാപക യോഹന്നാൻ്റെ വ്യക്തിത്വവും യേശുവിൻ്റെ വ്യക്തിത്വവും വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ സംഭവം വായനക്കാരന് മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ
യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ യേശു യഥാർത്ഥത്തിൽ ഗലീലി, യൂദയ എന്നീ രണ്ട് പ്രദേശങ്ങളിലായി പോയും വന്ന് നിൽക്കുന്ന ഒരു വിധത്തിലാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഞാൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യൂദയായും ഗലീലിയും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത, അകലം, ദൂരം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ യേശുവും ശിഷ്യന്മാരും യൂദയാദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. ആ താമസിച്ച സ്നാനം നൽകിയ സ്ഥലത്തിൻ്റെ പേര് സാലിമിനടുത്തുള്ള ഏനോൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. സ്നാപയോഹന്നാനും ഈ സ്ഥലത്ത് വെള്ളം ഉണ്ടായിരുന്നതിനാൽ സ്നാനം നൽകിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഈശോ മിശിഹാ ഇവിടെ നിന്ന് നിക്കോദെമോസിനോട് ഈ സംസാരിച്ച ആ രാത്രിക്ക് ശേഷം കർത്താവ് ഈശോ മിശിഹാ നേരെ സാലിമിനടുത്തുള്ള ഏനോനിലേക്ക് പോയി. അവിടെ ഈശോ സ്നാനം നൽകുകയാണ്. യേശു ജ്ഞാനസ്നാനം നൽകുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് യേശു ജ്ഞാനസ്നാനം നൽകിയതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു വിശദീകരണം ലഭിക്കും. ഇപ്പോൾ തൽക്കാലം യേശുവും ശിഷ്യന്മാരെ അവിടെ താമസിച്ച് സ്നാനം നൽകി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വെള്ളം ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ താമസിച്ച് സ്നാനം നൽകുകയാണ്. നമ്മൾ ഈ മാമോദീസായുമായി ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട് പൊതുവെ അപ്പസ്തോലിക സഭകൾക്ക് നേരെ ഉയർത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, യേശുവും ശിഷ്യന്മാരും വെള്ളം ധാരാളം ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി നിമജ്ജന സ്നാനം, മുങ്ങി സ്നാനം, അതാണ് നൽകിയിരുന്നത് എന്നാണ് ബൈബിളിൽ കാണുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ നിമജ്ജന സ്നാനം നടത്താത്തത്, ഈ മുങ്ങി സ്നാനം നടത്താത്തത് എന്ന ചോദ്യം ഈ ആത്മീയ അന്തരീക്ഷത്തിൽ പൊതുവെ പരക്കെ ഉള്ളതാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും ആശയങ്ങളും നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയും ജ്ഞാനസ്നാനം വഴിയുമാണ് എന്നതാണ് ദൈവവചനത്തിൻ്റെ പ്രബോധനം. വിശ്വാസം വഴിയും ജ്ഞാനസ്നാനം വഴിയുമാണ് നാം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ജ്ഞാനസ്നാനം രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ച് പത്രോസ്ലിഹായുടെയും തീത്തോസിൻ്റെയും ലേഖന ഭാഗങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ജ്ഞാനസ്നാനം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ബൈബിളിലില്ല. എന്നാൽ ജ്ഞാനസ്നാനം നടത്തിയ സന്ദർഭങ്ങളിൽ ജ്ഞാനസ്നാനം നടത്തിയതായി പൊതുവെ നമ്മൾ കാണുന്നത് ഇതുപോലെ ജലത്തിലിറങ്ങി മുങ്ങി സ്നാനം സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് യൂദയായുടെ പശ്ചാത്തലത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നവരും നമ്മോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഈ മുങ്ങി സ്നാനം നടത്താത്തത്? മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ജലം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതിന് ദൈവം തന്ന ഒരു പദാർത്ഥമാണ്, ഒരു അടയാളമാണ്, കൂദാശയുടെ ഒരു അടയാളമാണ്. എസെക്കിയേൽ പ്രവചിച്ചത്, ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും എന്നാണ്, നിന്നെ ഞാൻ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കും എന്നാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിച്ചപ്പോഴും പഠിച്ചപ്പോഴും നാം കണ്ടിരുന്നു. നിക്കോദെമോസിനോട് ഈശോ ചോദിക്കുകയാണ്, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, നിനക്കിത് മനസ്സിലാവുന്നില്ലേ? പ്രവാചകന്മാർ നേരത്തെ ഇത് പ്രവചിച്ചിട്ടില്ലേ? ഇതാണ് പ്രവചിച്ചത്, ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ കഴുകപ്പെടുക, വെള്ളം തളിക്കുക, ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കുളിച്ചാലും കഴുകിയാലും, അതായത് മുങ്ങിക്കുളിച്ചാലും കൂരിക്കുളിച്ചാലും അത് കുളിയാവുന്നു. ജ്ഞാനസ്നാനം ഒരു കുളിയാണ്, അത് മുങ്ങിക്കുളിച്ചാലും കൂരിക്കുളിച്ചാലും അത് കുളിയാണ്. ഇനി സഭ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുമ്പോൾ ഈ വെള്ളം ഒഴിച്ച് ഉള്ള സ്നാനം, ആ ഒരു രീതി ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അപ്പസ്തോലിക കാലത്തേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ അപ്പസ്തോലിക കാലത്തെ 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനം അഥവാ ഡിഡാക്കെ എന്ന ഒരു ആധികാരിക അപ്പസ്തോലിക രേഖയുണ്ട്. ഇത് സുവിശേഷങ്ങൾക്ക് ശേഷം സഭയിൽ സുവിശേഷങ്ങളുടെ ആധികാരികതയ്ക്ക് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് അപ്പസ്തോലിക കാലത്തെ ആചാരരീതികളും പ്രബോധനങ്ങളും മനസ്സിലാക്കുന്നതിന് സഭകൾ പൊതുവെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ആദിമ ഗ്രന്ഥമാണ് ഡിഡാക്കെ അഥവാ
12 അപ്പസ്തോലന്മാരുടെ പ്രബോധനം. ഈ ഡിഡാക്കെ ഏതാണ്ട് AD 60 അതിൻ്റെ വേരുകളുള്ള ഒരു ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഡിഡാക്കെ നമുക്ക് ഡേറ്റ് ബാക്ക് ചെയ്യാവുന്നത് AD 60 അതായത് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം അഥവാ ഡിഡാക്കെ. അപ്പോൾ ഈ ഡിഡാക്കെ ആദിമസഭയിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെക്കുറിച്ചും ആദിമസഭയിൽ എങ്ങനെയാണ് വിശ്വാസം അവർ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് വിശ്വാസം അവർ ആരാധിച്ചിരുന്നത്, എങ്ങനെയാണ് വിശ്വാസത്തെ അവർ പ്രഘോഷിച്ചിരുന്നത്, ഈ രീതികളെക്കുറിച്ചുള്ള സൂചനകൾ ഡിഡാക്കെ എന്ന ഗ്രന്ഥത്തിലുണ്ട്. ഓർക്കുക, ഇത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ആ പ്രബോധനമാണ്. ആ പ്രബോധനത്തിൽ എങ്ങനെയാണ് വിശ്വാസികൾ ഈ വിശ്വാസം ജീവിച്ചിരുന്നത് എന്നതിനെ പറ്റിയുള്ള സൂചനകളുണ്ട്. ഈ ഡിഡാക്കെക്കകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഡിഡാക്കെ മാമോദീസായെക്കുറിച്ച്, ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഡിഡാക്കെ പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കണം. ജ്ഞാനസ്നാനത്തിന് 3 രീതികൾ ഡിഡാക്കെ നിർദ്ദേശിക്കുന്നു. ഒന്നാമത്തേത്, നിങ്ങൾ ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിൽ, റണ്ണിങ് വാട്ടറിൽ ജ്ഞാനസ്നാനം കൊടുക്കണം. ഇനി ഒഴുകുന്ന വെള്ളം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു കുളത്തിലോ അങ്ങനെയുള്ള സ്ഥലത്ത് മാമോദീസ കൊടുക്കാം. ഇനി അതും അവൈലബിൾ അല്ലെങ്കിൽ, അതിനുമുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, അത് നമുക്ക് മാമോദീസ കൊടുക്കുന്ന സമയത്ത് അത് നമ്മളെ സംബന്ധിച്ച് അസൗകര്യമാണെങ്കിൽ ഡിഡാക്കെ നിർദ്ദേശിക്കുന്ന 3-ാമത്തെ മാർഗമാണ് വെള്ളം കോരി 3 പ്രാവശ്യം തലയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളം കോരി ശിരസിൽ ഒഴിച്ചുകൊണ്ട് ജ്ഞാനസ്നാനം കൊടുക്കുന്നത് സഭയിൽ ആധികാരികമായ ജ്ഞാനസ്നാനത്തിൻ്റെ ഒരു രീതിയാണ് എന്ന് ഈ ആദിമ ഗ്രന്ഥം ഡിഡാക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് സഭയുടെ ആരംഭകാലം മുതലേ സഭയൊരു ദൈവ സംവിധാനമായി രൂപപ്പെട്ടു വന്ന അതിൻ്റെ ആരംഭകാലം മുതലേ സഭയിൽ നിലനിന്നിരുന്ന രീതിയാണ് എന്ത്. ഒന്ന് നിമഞ്ജന സ്നാനം, അത് സഭയിൽ ഉണ്ടായിരുന്നൊരു രീതിയാണ്. അതുപോലെ അത് ഒഴുകുന്ന വെള്ളത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അല്ലാത്ത വെള്ളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ അത് 2 സാഹചര്യങ്ങളും അനുകൂലമല്ലെങ്കിൽ വെള്ളം കോരി ശിരസിൽ ഒഴിച്ചുകൊണ്ടുള്ള ജ്ഞാനസ്നാനം സഭയിൽ ഔദ്യോഗികമായി നിലവിലിരുന്ന ഒരു ജ്ഞാനസ്നാനത്തിൻ്റെ രീതിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ജ്ഞാനസ്നാനം എങ്ങനെ കൊടുക്കണം എന്നതിനെക്കുറിച്ച് തർക്കം ഉണ്ടാകുന്നതിലും നല്ലത് ജ്ഞാനസ്നാനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കുക എന്നതാണ് പ്രധാനം, എങ്ങനെ കുളിച്ചു എന്നതല്ല പ്രധാനം. അപ്പോൾ അത് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ വിഷയം കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പസ്തോലിക പിതാക്കന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധ ഐറേനിയസ് AD 180 അതായത് 2-ാം നൂറ്റാണ്ടിൽ തന്നെ വിശുദ്ധ ഐറേനിയസ് പറയുന്നുണ്ട്, എന്താണ്, സഭയിൽ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകുന്ന രീതി സഭയുടെ രീതിയാണ് എന്ന് അദ്ദേഹം പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും അപ്പസ്തോലിക സഭകൾ ഒരു പ്രത്യേകമായ ദൈവിക സംവിധാനത്തെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ആരംഭ അപ്പസ്തോലിക കാലം മുതലേ ഉള്ള വേരുകളുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഇത് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് വായിക്കാം. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അപ്പം ഇതാണ് പശ്ചാത്തലം. ഇനി അടുത്തത്, യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. നോക്കുക, 2-ാം അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയം ശുദ്ധീകരണമാണ്. ഇവിടെ വീണ്ടും ആ വിഷയത്തിലേക്ക് വരികയാണ്. ജ്ഞാനസ്നാനം എന്ന് പറയുന്ന കാര്യം സൂചിപ്പിച്ചതിന് ശേഷം ശുദ്ധീകരണം എന്ന വിഷയം അവതരിപ്പിക്കപ്പെടുകയാണ്. ജ്ഞാനസ്നാനം, ശുദ്ധീകരണം. അപ്പോൾ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച്, അതായത് അപ്പോൾ ശിഷ്യന്മാർ, ഒരു യഹൂദൻ യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് ഒരു ഡിബേറ്റിന് വരികയാണ്. ഈ ശുദ്ധീകരണത്തിന് ഈ യോഹന്നാൻ്റെ സ്നാനം പര്യാപ്തമാകുമോ എന്നതായിരിക്കണം ചോദ്യം. അപ്പോൾ ഇത് കേട്ടിട്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാർ നേരെ യോഹന്നാൻ്റെ അടുത്തേക്ക് വരികയാണ്. അവർ യോഹന്നാൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഈ പശ്ചാത്തലത്തിൽ ഈ സംസാരത്തിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഒരു ഗൗരവത്തിൽ അവർ യോഹന്നാനോട് വന്നിട്ട് ഒരു സങ്കടം പറയുകയാണ്. സങ്കടം ഇതാണ്, അവർ യോഹന്നാനോട് പറഞ്ഞു, ഗുരു, ജോർദാൻ്റെ അക്കരെ നിന്നോട് കൂടെ ഉണ്ടായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതായത് ഏനോനിൽ
ധാരാളം വെള്ളം ഉണ്ടായിരുന്നതിനാൽ യോഹന്നാൻ അവിടെ സ്നാനം നൽകിയിരുന്നു. യേശുവും ശിഷ്യന്മാരും നിക്കോദെമോസിനോടുള്ള സംസാരത്തിന് ശേഷം നേരെ യനോനിലേക്ക് പോയി അവിടെ താമസിച്ച് സ്നാനം നൽകുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ സ്നാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇഷ്ടംപോലെ ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്നു, യോഹന്നാൻ്റെ അടുത്ത് ആളുകൾ കുറയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് വാലിഡായത്, ഏതാണ് നമ്മൾ പ്രബോധനമാക്കി മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് ആളുകൾക്ക് നമ്മൾ നിർദ്ദേശിക്കേണ്ടത്, സജസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് അനുകരണീയം, ഏതാണ് നല്ലത്, ഏതാണ് ബെസ്റ്റ്, ഇതാണ് ഇവരുടെ ചോദ്യം. ഈ കൺഫ്യൂഷനാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്നത്. അവർ യോഹന്നാനോട് വന്ന് ഈ വിഷയം ചോദിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ അതിന് മറുപടി പറയുകയാണ്. മറുപടി പറയുന്നത് എങ്ങനെയാണ്? യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. യോഹന്നാൻ്റെ ഒന്നാമത്തെ ഉത്തരം, അതായത് ഞാൻ സ്വീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിയോഗം എനിക്ക് സ്വർഗത്തിൽ നിന്ന് തന്നതാണ്. അതുപോലെ തന്നെ ഞാൻ സ്വീകരിച്ച നിയോഗം പോലെ തന്നെ യേശു ഇപ്പോൾ സ്നാനം നൽകുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ്. കാരണം അതിന് യോഹന്നാന് വ്യക്തമായ അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് താൻ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിനാലും ജലത്താലും പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാലും സ്നാനം നൽകുന്നവനെന്ന് യോഹന്നാന് വെളിപാട് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാന് തർക്കമില്ല. യോഹന്നാൻ പറയുകയാണ് അത് സ്വർഗത്തിൽ നിന്ന്. ജീസസ് ഹാസ് എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്. യേശു വരുന്നത് ഒരു ദൈവികമായ നിയോഗത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അസന്ദിഗ്ധമായിട്ട് പറയുക, ഞാൻ ക്രിസ്തു അല്ല. ഇത് ഒന്നാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. അവൻ ക്രിസ്തു അല്ല എന്ന് യോഹന്നാൻ എടുത്തു പറയുന്നു. ഞാൻ ക്രിസ്തു അല്ല, പ്രത്യുത അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. അതായത് ഈ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് തൻ്റെ അവസാന വാചകം പറഞ്ഞ് നിഷ്ക്രമിക്കുന്ന രംഗത്ത് നിന്ന് അദ്ദേഹം അപ്രത്യക്ഷനാവുന്ന ആ രംഗം വിടുന്ന സന്ദർഭമാണ് ഈ വായിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണിത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ക്രിസ്തു അല്ല എന്നാണ്, അവന് മുമ്പേ അയക്കപ്പെട്ടവനാണ് എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുകയാണ് ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം. യേശു മണവാളനാണ്, മണവാട്ടിയുള്ളവനാണ് മണവാളൻ, മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അവനൊരു മണവാട്ടി ഉണ്ടാവും. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. ഐ എം ദ ബെസ്റ്റ് മാൻ. ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. നമുക്ക് ഈ മലയാളത്തിൽ, നമ്മുടെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ഇത് അത്രയും സാങ്കത്യമുള്ളതല്ലെങ്കിലും യഹൂദന്മാരുടെ, പ്രത്യേകിച്ച് യേശു ജീവിച്ചിരുന്ന ഈശോയുടെ മനുഷ്യാവതാര കാലത്ത് ബെസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹിതന് വേണ്ടി വിവാഹം, ഇതിൻ്റെ പ്രപ്പോസൽ നടത്തുന്നതും ഈ സ്ത്രീയോട് പോയി, പെൺകുട്ടിയോട് പോയി സംസാരിക്കുന്നതും കല്യാണം ഉറപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ മണവാളനെയും മണവാട്ടിയും സ്വീകരിച്ചു കൊണ്ടുവരുന്നതും, അതായത് കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് മണവാളന് വേണ്ടി ഈ വിവാഹത്തിൻ്റെ സകല ഒരുക്കങ്ങളും നടത്തി മണവാട്ടിയെ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ബെസ്റ്റ് മാൻ, ഈ സ്നേഹിതൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വിവാഹത്തിന് മണവാളനെ ഏറ്റവും കൂടുതൽ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ബെസ്റ്റ് മാൻ, ആ സ്നേഹിതൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ പറയുകയാണ് മണവാളന് എല്ലാം ഒരു മണവാട്ടി രൂപപ്പെട്ടു വരുമ്പോൾ, ഒരു മണവാട്ടിയുമായുള്ള മണവാളൻ്റെ വിവാഹബന്ധം, മംഗല്യബന്ധം അത് നടക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് ആ സ്വരം കേട്ടു, മണവാളൻ എത്തിക്കഴിഞ്ഞു, മണവാളൻ സംസാരിക്കുന്ന സ്വരം കേൾക്കുമ്പോൾ ഈ ബെസ്റ്റ് മാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്നിട്ട് വളരെ 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 നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വലിയ ഭാരവും ഒരുപക്ഷെ കുറ്റബോധവും വേദനകളും ഒക്കെ സമ്മാനിക്കുന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗം വിടുകയാണ്. അദ്ദേഹം പറയുകയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതാണ് ഒരു യഥാർത്ഥ സുവിശേഷകൻ, ഇതാണ് യഥാർത്ഥ ദൈവമനുഷ്യൻ. അതായത് ദൈവപുത്രൻ മഹത്വപ്പെടുകയും എല്ലാ മഹത്വവും അവൻ്റെ പാദാന്തികത്തിൽ വെക്കുകയും ഞങ്ങൾക്ക് മഹത്വമൊന്നും ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്ത് എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട്, എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തമാവുന്നത് കണ്ട്, അനേക ആത്മാക്കൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ രംഗം വിടുന്ന ഒരു 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 വിലപിടിപ്പുള്ള സുവിശേഷകൻ, ഒരു ദൈവസന്നിധിയിൽ വിലയുള്ള സുവിശേഷകൻ, കർത്താവിൻ്റെ ആത്മാവുള്ള സുവിശേഷകൻ. അങ്ങനെ
ഒരു മനോഹരമായ കണ്ണുകളെ ഏറെ നടിയിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ സമ്മാനിച്ചുകൊണ്ട് യോഹന്നാൻ രംഗം വിടുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.